അങ്ങനെ ഈ മഹാരാഷ്ട്രക്കാരൻ നമ്മുടെ തീന്മേശയിലും എത്തി. സംഗതി സിമ്പിളാണെങ്കിലും പവർഫുള്ളാണ് കേട്ടോ. ഹായ്, നമസ്കാരം. വെൽക്കം ടു സിമ്പിൾ ഈറ്റ്സ് വിത്ത് ജിഷ. മഹാരാഷ്ട്രയിലെ പരമ്പരാഗത പ്രാതൽ വിഭവമായ പോഹയുടെ ഒരു ഹെൽത്തി വെർഷൻ. വെയിറ്റ് ലോസ് ഡയറ്റ് നോക്കുന്നവർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഇതിൻ്റെ കലോറി മറ്റു കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ബാ. ഇതിനായി നമുക്ക് വേണ്ടത് തിക്ക് പോഹയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പോഹ ഉണ്ടാക്കാനായി ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അവൽ ഞാൻ കഴുകി വാരിതാ അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോഹ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ചെറുതായി അരിഞ്ഞ ബീൻസ്, ക്യാരറ്റ്, തക്കാളി, കാപ്സിക്കം, പിന്നെ ഫ്രഷ് ഗ്രീൻ പീസ്, ചെറിയ സവാള, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു ചെറിയ മുറി നാരങ്ങ, 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, 1/4 കപ്പ് കപ്പലണ്ടി, പിന്നെ ഒരു 5-6 കാഷ്നട്ട്. നമുക്കപ്പോൾ തുടങ്ങാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ്, അതായത് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടും ജീരകമൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് മൂത്താൽ മതി, ഓൾറെഡി വറുത്തതാണല്ലോ. ഇനി സവാള, പച്ചമുളക്, വേപ്പില ഇത്രയും ചേർത്ത് വഴറ്റാം. ഇത് 1 മിനിറ്റിൽ താഴെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്കിനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നും കൂടി നന്നായി വഴറ്റാം. പച്ചക്കറികൾ തീരെ ചെറുതായി അരിഞ്ഞതുകൊണ്ട് 4-5 മിനിറ്റിനുള്ളിൽ നന്നായി വെന്തോളും. പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി ഇങ്ങനെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറികളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പോഹ ചേർത്ത് കൊടുക്കാം. എൻ്റെ ചെറിയ പാനായതുകൊണ്ട് സൂക്ഷിച്ചിളക്കിയില്ലെങ്കിൽ എല്ലാം കൂടി തിത്തേ കളിച്ചിട്ട് പുറത്തേക്ക് ചാടും. എനിക്ക് 7ൻ്റെ പണിയും കിട്ടും. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കി, ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കി പാകത്തിനാക്കണേ. ഈ സമയത്ത് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ നല്ലതാണ്. പക്ഷേ ഞാൻ ചേർക്കുന്നില്ലേ. ഇനിതാ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുറി നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. കഷ്ടി 1 ടീസ്പൂൺ നീരേ കാണും, അത്രയും മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് പാൻ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ബട്ട് പവർഫുൾ വെജ് പോഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ടോട്ടൽ കലോറി വരുന്നത് ഏകദേശം 390 മുതൽ 400 വരെയാണ്. അതായത് ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷന് മാക്സിമം 200 കലോറിയേ വരുന്നുള്ളൂ. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഡിയേഴ്സ്.